21 ദിവസം കൂടുമ്പോഴാണ് കീമോ എടുക്കുന്നത്. പക്ഷേ എൻ്റെ ഭർത്താവിന് എമർജൻസി ആയതുകൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്ത് 5 ദിവസത്തേക്ക് വീതം കീമോ ഇട്ടു. അത് ഇടുന്ന കീമോ 5 ദിവസം കഴിഞ്ഞാൽ തീരത്തുള്ളൂ, നമ്മളെ കൂടെ നിർത്തില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ഭർത്താവിനെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയിട്ട് അടുത്ത് ചെല്ലുന്ന സമയം അടുത്ത ബെഡിൽ കിടക്കുന്ന പേഷ്യൻ്റ് ജീവനോടെ ഉണ്ടാവില്ല. ആ അവസ്ഥയൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, അപ്പുറത്തെ ബെഡിൽ കിടന്ന പേഷ്യൻ്റ് അത് മരിച്ചുപോയി എന്ന്. അപ്പം ഞാൻ ഓരോ തവണയും തിരിച്ചിറങ്ങുമ്പോൾ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ജീവനോടെ കാണാൻ കഴിയുമോയെന്നൊരു ഉറപ്പുമില്ലാതെയാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷെ ഞാൻ ഭർത്താവിന് ധൈര്യം കൊടുത്തിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാണ് ഇറങ്ങുന്നത്. കീമോ കഴിഞ്ഞു, ഒരു തവണ കീമോ 5 ദിവസം ഇട്ടു. അത് കഴിഞ്ഞ് വീണ്ടും 1 മാസം കഴിഞ്ഞപ്പോൾ 2ാമത്തെ കീമോയും വീണ്ടും 5 ദിവസം ഇട്ടു. മാതാവിനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും, പക്ഷേ ഞാൻ ഇപ്പോൾ ഈ സന്നിധിയിൽ നിന്നുകൊണ്ട് പറയാം, ഞാൻ ഒരുപാടൊന്നും ആ സമയത്ത് പ്രാർത്ഥിച്ചിരുന്നില്ല. ഞാൻ വീണ്ടും കീമോ കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആളിന് വാ തുറക്കാൻ പറ്റുന്നുണ്ട്, ചെറുതായിട്ട് അത് മുറിവ് ഉണങ്ങിയ പോലെ തോന്നുന്നുണ്ട്, നമുക്ക് സർജറിക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഡോക്ടർ സർജറി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരുപാട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് വേറെ ആരെയും ആ സമയത്ത് വിളിക്കാൻ പറ്റിയില്ല. മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആലപ്പുഴയാണ്, ഞാൻ തിരുവനന്തപുരമാണ്, ഞാൻ ആലപ്പുഴയോട്ട് വന്നിട്ട് കൂടിയില്ല. എനിക്കിവിടെ വന്ന് മാതാവിനെ കാണാൻ കഴിയുമെന്നോ ഇവിടെ നിൽക്കാൻ കഴിയുമെന്നോ ഉടമ്പടി എടുക്കാൻ കഴിയുമെന്നോ ഒന്നും എനിക്കറിയില്ല. ഉടമ്പടി എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഇരുന്നു. ജനുവരി 16 സർജറിക്ക് ഡേറ്റ് ഇട്ടു. ഞാൻ ജനുവരി 13 അവിടെ അഡ്മിറ്റായി. നമ്മൾ പേഷ്യൻറ്റിൻ്റെ കൂടെ നമ്മളെ നിർത്തത്തില്ല, നമ്മളെ പുറത്ത് വെയിറ്റ് ചെയ്യണം. ആ ഇരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ഒപ്പം തന്നെ എൻ്റെ അതേ പ്രായത്തിലുള്ള വേറൊരു കുട്ടിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ മാതാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കാറുണ്ടെന്ന്. അവളൊരു ക്രിസ്ത്യാനിയായിരുന്നു. അവളെ എനിക്ക് പെട്ടെന്ന് ബാഗിൽ നിന്ന് ഒരു മാതാവിൻ്റെ കാശ് രൂപം എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നിനക്ക് മാതാവിൽ വിശ്വാസമുണ്ടെങ്കിൽ നീ ഇത് മുറുകെ പിടിച്ചോ, മാതാവ് നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ മാതാവിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭർത്താവിനെ അടുത്ത് കാണാൻ പോയി. ഭർത്താവിനെ അടുത്ത ദിവസം സർജറിയാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ ഭർത്താവിനോട് പറഞ്ഞു. പിറ്റേ ദിവസം സർജറിക്ക് കയറ്റി. ഡോക്ടർ സർജറിക്ക് കയറ്റുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത്, നമുക്കത് സർജറി ചെയ്യുന്ന സമയത്തെ എന്തൊക്കെയാണ് സർജറിയിൽ നഷ്ടപ്പെടാൻ പോകുന്ന അവയവങ്ങളെന്ന് അറിയാൻ പറ്റൂ, നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്ന്. ഞാൻ പറഞ്ഞു, ശരി ഡോക്ടർ, സർജറി എന്തായാലും ചെയ്യൂ എന്ന് പറഞ്ഞു. സർജറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ നാക്ക് പൂർണ്ണമായും എടുത്ത അവസ്ഥയിലാണ്. എൻ്റെ ഭർത്താവിൻ്റെ തൈറോയിഡ് ഗ്രന്ഥി 2ഉം കട്ട് ചെയ്തു. ഒരു സൈഡിലെ മോൾ വരിയിലെയും താഴെ വരിയിലെ 5 പല്ല് കട്ട് ചെയ്തു. എനിക്ക് മാതാവ് മാത്രമേ അപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം എനിക്കറിയില്ല. എനിക്ക് 3 കുട്ടികളുണ്ട്, എനിക്ക് ആരും ആശ്രയത്തിനില്ല. പക്ഷെ എൻ്റെ മാതാവ് മാത്രമേ എനിക്ക് ആ സമയം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിടിച്ചു നിന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം എൻ്റെ അമ്മയ്ക്ക് കാലുവേദനയും ഉണ്ടായിരുന്നു. അമ്മ ഡോക്ടറെ കാണാൻ പോയ സമയത്ത് അമ്മയുടെ കാല് പ്ലാസ്റ്റർ ഇട്ടു. അമ്മയും പിറ്റേ ദിവസം ഫെബ്രുവരി 17 പ്ലാസ്റ്റർ ഇട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടേക്കുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ ഭർത്താവിൻ്റെ അടുത്ത് എൻ്റെ മകളെ അമ്മയും കൊണ്ട് നോക്കുന്നു. എനിക്കറിയില്ല എന്ത് ചെയ്യണം. ഇവർ 2 പേരെയും കൂടി എനിക്ക് ഒന്നും ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥ. ഭർത്താവിൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. ഒരു റൂമിൽ അമ്മ കാല് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്നു, അടുത്ത റൂമിൽ ഭർത്താവ് സർജറി കഴിഞ്ഞ് കിടക്കുന്നു. ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. നാക്ക് പോയി, ആള് സംസാരിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. നാക്ക് പോയ ആളിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ മാതാവ്, എനിക്ക് എൻ്റെ ഭർത്താവ് സംസാരിച്ച് കേൾക്കാൻ കഴിഞ്ഞാൽ ഏത് ലോകത്താണ് മാതാവ് ഇരിക്കുന്നതെങ്കിലും ഞാൻ ആ സമയം മാതാവിൻ്റെ മുന്നിൽ എത്തിയേക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സർജറി കഴിഞ്ഞ് ഒരാഴ്ച കഴിയും മുന്നേ എൻ്റെ ഭർത്താവ് നാക്കില്ലെങ്കിൽ കൂടി എൻ്റെ അടുത്ത് ചെറുതായിട്ട് സംസാരിച്ചു. എനിക്ക് അത്ഭുതം തന്നെയായിരുന്നു. ഞാൻ അതിൻ്റെ അടുത്ത ദിവസം എനിക്കറിയില്ല, എനിക്ക് തേടി പിടിച്ച് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന സമയം ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ഇവിടെ വന്ന് എല്ലാവരോടും ചോദിച്ചു എങ്ങനെയാണ് ഉടമ്പടി എടുക്കണേന്ന് പറഞ്ഞു. അപ്പോൾ രാവിലത്തെ സമയം കഴിഞ്ഞു, 2 മണിക്കേ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ കയറി. എനിക്ക് തിരിച്ച് തിരുവനന്തപുരത്ത് പോകണം, പക്ഷേ എനിക്ക് അതൊന്നും പ്രശ്നമായിരുന്നില്ല. ഞാൻ 2 മണിയുടെ ഉടമ്പടി കയറി. വീട്ടിൽ എൻ്റെ കൊച്ചാണ് അച്ഛനെയും എൻ്റെ അമ്മയെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്, വേറെ വീട്ടിൽ ആരുമില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ഈ കാല് പ്ലാസ്റ്റർ ഇട്ട സമയത്ത് മാനസികമായി തകർന്നു. കാരണം എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ ഭർത്താവ് ഈ അവസ്ഥയിലാണ്, അമ്മയും ഈ അവസ്ഥയിലായിപ്പോയി. അപ്പം ഞാനിതെല്ലാം കൂടി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ട് അമ്മ മാനസികമായി തകർന്നിരുന്നു. അമ്മയ്ക്ക് ഉറക്കമില്ലാതെ ഉറക്ക ഗുളിക
ഒരാഴ്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അമ്മയ്ക്ക് കാല് പ്ലാസ്റ്റർ ഇട്ടിട്ട് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞത് അമ്മയുടെ കാലിൻ്റെ 5 വിരൽ ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ കുഞ്ഞിലെ കിണറ്റി വീണിട്ടുണ്ട്. ആ സമയത്ത് സംഭവിച്ച ക്ഷതത്തിൻ്റെ ഫലമായി പ്രായം ചെന്നപ്പോൾ ഈ ദ്രവിച്ചു പോവുകയാണ്. ഇനി സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അമ്മ സൂയിസൈഡ് ചെയ്യുമെന്നുള്ളൊരവസ്ഥയിലാണ്. സൈക്കാട്രിക് ഡോക്ടർ പറഞ്ഞ് നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് വീട്ടിൽ ആരുമില്ല, എനിക്ക് അമ്മയെ നോക്കാൻ വീട് വന്ന് നിൽക്കാൻ പറ്റില്ല, ഭർത്താവ് ഈ അവസ്ഥയിലാണ്. ഞാൻ തലേ ദിവസം ഉറക്കം ഗുളികയും കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ രാത്രി 11 മണിക്ക് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ TV-യുടെ മുന്നിലിരിക്കുകയാണ്. അമ്മ ആ റൂമിൽ നിന്ന് 2 ആഴ്ചയായിട്ട് പുറത്തിറക്കാത്ത അമ്മ കാല് ബ്ലാസ്റ്റർ ഇട്ട് ആ കാലും കൊണ്ട് TV-യുടെ മുന്നിലിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു 11:30 ഗുളിക തരാം, കിടന്നുറങ്ങണ്ടേ, എനിക്കിനി ഗുളിക വേണ്ട. ഞാൻ ചോദിച്ചു കാര്യം എന്ത്? അതെന്തോ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേദന മാറി, ഉറങ്ങാനൊക്കെ പറ്റും, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോളാം. ഞാൻ മാതാവിന് ഇവിടെ 6 മണിക്ക് സാക്ഷ്യം ഉടമ്പടി എടുത്ത് സത്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ അമ്മയുടെ അടുത്തെത്തി. എനിക്കത് ഉറപ്പായിട്ടും ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അതെനിക്ക് കാണാൻ കഴിഞ്ഞതാണ്. എൻ്റെ അമ്മ ഇതുവരെ പിന്നെ ഉറക്ക ഗുളിക കഴിച്ചിട്ടില്ല. എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ഒരിക്കലും നടക്കാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല. ഇതാണ് എൻ്റെ അമ്മ. അമ്മയും കൊണ്ട് ഞാൻ മുമ്പ് ഒരു തവണ ഇവിടെ വന്നിരുന്നു. അമ്മയും കൊണ്ട് ബസ്സിൽ കയറി ഞാൻ ആ കാലും വെച്ച് ഞാൻ ഇവിടെ വന്നു. അമ്മ ഇതുവരെ പിന്നെ ഡോക്ടറെ കണ്ടിട്ടില്ല. അമ്മ ഉറക്ക ഗുളിക കഴിച്ചിട്ടില്ല. ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നു. എൻ്റെ മാതാവ് എൻ്റെ ഒപ്പം ഉണ്ട്, എൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ട്. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവിൻ്റെ സർജറി കഴിഞ്ഞു, സംസാരിച്ചു. അടുത്ത ഡോക്ടർ പറഞ്ഞു നമുക്ക് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. റേഡിയേഷൻ തുടങ്ങി. 30 റേഡിയേഷൻ. ഭയങ്കര ഒരവസ്ഥയാണ്. ഡെയിലി കൊണ്ടുപോയി റേഡിയേഷൻ എടുക്കുക. കഴുത്ത് ഫുള്ളും പൊട്ടി മുറിവായി, കാണാൻ പറ്റില്ല. ആളിന് സ്വയം മരിച്ചു പോയാൽ മതി എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു. എനിക്കിനി ഒന്നിനും കഴിയില്ല, ഞാനങ്ങ് മരിച്ചു പോട്ടെ എന്ന്. ആ സമയത്തെല്ലാം ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. രാവിലെ 5:30 എഴുന്നേറ്റ് ഞാൻ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അമ്മ എനിക്കാരുമില്ല, അമ്മയല്ലാതെ എനിക്ക് ആരുമില്ല, എനിക്ക് ഒന്നും കഴിയുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് മറ്റാരുമില്ല. അമ്മ എനിക്ക് ശക്തി തരണം. ഞാൻ വൈകിട്ട് 6 മണിക്ക് പുറത്ത് ഇറങ്ങി കൂടി മക്കളെടുത്ത് പറയും, മക്കളെ മാതാവിനെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം, അതിനൊരു മുടക്കം വരരുത്, മാതാവ് മാത്രമേ നമുക്കുള്ളൂ എന്ന്. മാതാവ് എനിക്ക് ഒപ്പമുണ്ട്. റേഡിയേഷൻ 30 ഞാൻ പൂർത്തീകരിച്ചു. കഴിഞ്ഞ മാസം 28-ാം തീയതി റേഡിയേഷൻ പൂർത്തീകരിച്ചു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഭർത്താവിൻ്റെ രോഗം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്, നമുക്കിനി ഒരു പ്രശ്നവും ഇല്ല, 2 മാസത്തിനിടയ്ക്ക് ചെക്കപ്പിന് വന്നാൽ മതിയെന്ന്. ഈ ഒരു അവസ്ഥ എനിക്ക് എൻ്റെ മാതാവിനോട് എത്ര സാക്ഷ്യം പറഞ്ഞാലും എനിക്ക് തികയില്ല. ഞാനിപ്പം കാറ് വിളിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ നിന്ന് വന്നതാ. എനിക്കറിയില്ല, കാറിൻ്റെ വണ്ടിക്കൂലി കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്ന ഒരവസ്ഥയിലല്ല. അത്രയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എത്ര വില കൊടുത്തും ഈ സാക്ഷ്യം എനിക്ക് മാതാവിൻ്റെ മുന്നിൽ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കത് പറ്റില്ല. കാരണം എപ്പോഴും നമ്മുടെ ഒപ്പം മാതാവുണ്ട്. ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു. ഞാൻ ഏത് വഴിക്ക് പോയാലും എൻ്റെ മാതാവിനെ കൂട്ടുപിടിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ കുടുംബത്തോടൊപ്പം മാതാവ് എപ്പോഴും ഉണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ RCC കിടന്ന സമയത്ത് ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരുപാട് കഷ്ടപ്പെട്ട്, അവിടെ 1 മാസം 2 മാസമൊക്കെ കിടക്കുന്നവർക്ക് എല്ലാ ദിവസവും ആഹാരം വാങ്ങിച്ച് കഴിക്കാൻ കാശുണ്ടാവില്ല. ആരെങ്കിലും കൊണ്ട് തരുന്നത് കാത്ത് നമ്മൾ ആ വഴിവക്കിൽ നിൽക്കും. ആരെങ്കിലും പൊതിയും കൊണ്ട് വരുമ്പോൾ നമ്മളത് കൈനീട്ടി ഓടിച്ചെന്ന് വാങ്ങിക്കും. ഇത് വാങ്ങിച്ചായിരിക്കും നമ്മൾ കഴിക്കുന്നത്. എനിക്കറിയാം, ഞായറാഴ്ച ദിവസം അവിടെ ക്യാൻറ്റീനും ഇല്ല. ഞായറാഴ്ച ദിവസം ഞങ്ങൾക്ക് ആഹാരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ ഭർത്താവിനെയും കൊണ്ട് വന്നതിന് ശേഷം എല്ലാ ഞായറാഴ്ചയും രാവിലെ എന്നാൽ കഴിയുന്ന 25 പേർക്കെങ്കിലും എനിക്ക് ഇല്ല, തീരെ ഇല്ല, എൻ്റെ മക്കൾക്ക് ആഹാരം കൊടുക്കാൻ പോലും ഇല്ലെങ്കിൽ കൂടിയും എന്നാൽ കഴിയുന്നത് ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഉണ്ടാക്കി, എൻ്റെ കൈ കൊണ്ടുണ്ടാക്കി ഞാൻ ഒരു 7 മണിയാവുമ്പോൾ ഞാൻ അവിടെ കൊണ്ട് 25 പേരുടെ കയ്യിലെങ്കിലും അത് കൊടുക്കും. എനിക്കത് കൊടുത്തിട്ട് ഓരോ ആളിൻ്റെയും മനസ്സിൽ കാണുന്ന സന്തോഷം കിട്ടുമ്പോൾ, മാതാവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും നമുക്കതൊന്നും ആവില്ല. പക്ഷേ എനിക്ക് അത്രയെങ്കിലും മാതാവിന് വേണ്ടി ചെയ്യാൻ അത്രേ പറ്റുള്ളൂ. എനിക്ക് ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിശ്വസിക്കണം, മാതാവ് നമുക്കൊപ്പം ഉണ്ട്. എനിക്ക് ഒരു 8 മാസം മുന്നേ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ആളിൻ്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്ക് നീ എന്ന് പറഞ്ഞ ആളിനെ കൂട്ടുപിടിച്ച് ഞാനിവിടെ നിൽക്കുന്നു. ഒരിക്കലും മാതാവ് കൈവിടില്ല. ഉറപ്പായും നമ്മളപ്പം